നാവ് നീട്ടി നൊട്ടി നുണഞ്ഞ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. വലിയ സ്വപ്നങ്ങളും കുഞ്ഞു മനസ്സുമുള്ളൊരു രാജകുമാരൻ. ആ കുഞ്ഞു മനസ്സിലെ മായക്കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? നനച്ചിരിക്കാതൊരു നിമിഷം ആ സ്വപ്നങ്ങളുടെ തേരിലേറി വന്ന് എന്നെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചവൻ. എന്നോ കരിഞ്ഞു ചാരമായി മണ്ണോട് ചേർന്ന് പോയ കുറേ സ്വപ്നങ്ങൾ എനിക്കുമുണ്ടായിരുന്നു. അവയ്ക്കുമീതെ ആർത്തളിച്ച് പെയ്തൊരു മഴയായി അവൻ എൻ്റെ രാജകുമാരൻ. ഇടിവെട്ടി പെയ്ത മഴ തോരും നേരം ഭൂമിയിലെ മുളച്ചു പൊന്തുന്ന കൂണുകൾ പോലെ ഇടിയും പേമാരിയുമായി വന്നൊരുവൻ എൻ്റെ സ്വപ്നങ്ങളെയും മുളച്ചു പൊന്തിപ്പിച്ചു. എൻ്റെ മാത്രം രാജകുമാരൻ. അതെ, ഇത് ശക്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു. ശക്തനായ കഥ. ശക്തരിൽ ശക്തനായ കഥ. ശക്തൻ്റെ കൗമാര കാലഘട്ടം. വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ നടന്നൊരു കാലമായിരുന്നു അത്. അവിടെയാണ് ശക്തൻ്റെ തനി സ്വരൂപം ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ശക്തനിൽ പ്രണയം എന്ന വികാരം മൊട്ടിട്ടു. അതൊരു വല്ലാത്ത മൊട്ടയിടിയിലായിരുന്നു. ഊണില്ല, ഉറക്കമില്ല, എന്തിന് ജലപാനം പോലും ഇല്ല. ഓരോ സെക്കൻഡിലും ഞാനൊരു വികാരജീവിയാണേ എന്ന് വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മറും ബാലങ്കേ നായരുമൊക്കെ പുനർജനിച്ച് വന്നോ എന്നെനിക്ക് തോന്നിപ്പോയി. വാപൂട്ടാതെ ഓരിയിടൽ. വീടിനകത്ത് കയറത്തില്ല, സദാസമയം പുറത്തു പോകണം. വീടിനകത്ത് കയറ്റി കഥ അടച്ചാലോ നാഗവല്ലി രൂപാന്തരം പ്രാപിച്ച് നാഗവല്ലനാകും. ഹീറ്റായതോടുകൂടി ശക്തൻ മറ്റൊരാളായി മാറി. അതുവരെ എനിക്ക് പരിചിതമായ ആളെ അല്ല. പുതിയൊരു ഭാവം, പുതിയ രീതികൾ. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഭക്ഷണം കഴിക്കാത്തായിരുന്നു. വെള്ളം പോലും കുടിക്കത്തില്ല. ഏത് സമയം ഊരിയിടൽ. കയറൊക്കെ കടിച്ച് മുറിച്ച് പോവുക അങ്ങ്. എനിക്ക് തോന്നി ആ സമയം ഇവനെ വീട്ടിൽ നിൽക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഇവൻ്റെ ഈ സ്വഭാവത്തിൽ വന്ന മാറ്റം എനിക്ക് വല്ലാത്ത മനപ്രയാസമായിരുന്നു. രാത്രി ഒന്ന് കണ്ണടയ്ക്കാൻ സമ്മതിക്കത്തില്ല. അവനൊന്ന് ചന്തി കുത്തിയിരുന്നിട്ട് വേണ്ടേ. രാത്രി വെളുക്കോളം വീടിനകത്ത് കിടന്ന് ഓട്ടവും കരച്ചിലും ഓരിയിടലും എന്ന് വേണ്ട ഉറക്കം നഷ്ടപ്പെട്ട നാളുകൾ. സഹിയായിട്ട് ഇവനെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കും മണിക്കൂറുകളോളം. മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേ. പലതവണ ഡാഡി അടിക്കാൻ എണീറ്റ് വരും. ഞാനും അവനും സിറ്റൗട്ടിൽ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. 1-2 ദിവസമല്ല, ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം. ഈ ഹോർമോൺ ചേഞ്ചൊക്കെ ഇത്ര കാലം നീണ്ടു നിൽക്കുമോ? ഇവനൊരു 8 മാസം പ്രായം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഏനക്കേട് തുടങ്ങിയതാണ്. ഏതാണ്ട് 1.5 വയസ്സോളം തുടർന്നു എന്നല്ല, ഏനക്കേട് തുടങ്ങിയ പിന്നെ അത് നിന്നിട്ടേയില്ല. എന്നും പ്രശ്നങ്ങളാണ്. ഞാൻ പന്തളത്ത് അനസ് ഡോക്ടറെ പോയി കണ്ടു. എന്തെങ്കിലും മരുന്നതാ ഡോക്ടറെ, അവൻ്റെ സൂക്കേടൊന്ന് മാറട്ടെ. ഇതങ്ങനെ മരുന്ന് കൊടുത്ത് മാറുന്ന അസുഖമല്ല. വികാരം കരിക്കുന്ന മരുന്നൊന്നും ഇവിടെ ഇല്ല. താൻ അവനൊരു പെണ്ണ് കെട്ടിക്കാൻ നോക്ക്, ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. അല്ലാതെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യേ. എന്നാൽ പിന്നെ എൻ്റെ പൊന്നു ഡോക്ടറെ, രാത്രിയിൽ ഉറങ്ങാനെങ്കിലും അവനൊരു ഉറക്ക ഗുളികതാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഡോക്ടറെ. രാത്രിയെന്നല്ല പകലെന്നില്ല ഓരിയിടല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും കിടക്കണ്ട. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞാൻ റോഡ് തോറും കൊണ്ട് നടക്കുക. ഒരു ഉറക്ക ഗുളിക തന്നാൽ രാത്രിയെങ്കിലും അവൻ കിടന്നുറങ്ങിക്കോളും. അങ്ങനൊന്നും തരാൻ പറ്റുന്ന സാധനമല്ലത്. താനൊന്ന് പോയേ, അവന് കൂട്ടിനൊരു പെണ്ണിനെ കൊണ്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ രാത്രി താൻ അവനെ അഴിച്ചുവിടുക. ഇതാ ഡോക്ടർ എന്നോട് പറഞ്ഞ സൊല്യൂഷന്. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. അഴിച്ചു വിട്ടാൽ ആരോടൊക്കെ പിടുത്തമുണ്ടാക്കും. ഹാലിളകി നിൽക്കുന്ന സമയമാണ്. ശരിക്കും ഇവന് ഭ്രാന്തായോ എന്ന് പോലും എനിക്ക് തോന്നി. അതിൻ്റെ കൂടെ ചുറ്റോട് ചുറ്റും പെണ്ണുങ്ങൾ വന്ന് സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുക. കൊച്ചമണി, കുഷ്പു, കുഞ്ഞിപ്പാത്തു, ലച്ചു, ഇത്രയും പേരുള്ള പെണ്ണുങ്ങൾ. ഇനിയും പേരില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട് കുറേ. ഒരുത്തിയെ ഓടിക്കുമ്പോൾ അടുത്തവൾ. പെണ്ണിൻ്റെ മണം അടുത്ത പഞ്ചായത്തിൽ നിന്ന് അടിക്കുമ്പോഴേ ഇവിടെ വീട് തിരിച്ചു വെക്കാൻ തുടങ്ങും. കോലാഹലമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി നടക്കത്തില്ല. ഇവൻ്റെ പുറകെ നടന്ന് നിൽക്കും എൻ്റെ സമയം മുഴുവനും. അതിനിടയ്ക്ക് പലതവണ എന്നോട് പറഞ്ഞ് കടിച്ചു കീടുമെന്നൊക്കെ. ഒരു അസുഖം വന്നാൽ പോലും എനിക്കൊന്നിരിക്കാൻ സമയമില്ല, പറ്റുന്നില്ല. ഇത്രയൊക്കെ മേട് കാണിച്ചിട്ടും ഞാനൊന്നും നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുക. ഇതിനു മുമ്പ് ഒരാളെ വളർത്തി എനിക്ക് പരിചയമില്ല. ഞാനങ്ങ് മടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്തു. പതിയെ ഇവനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അത്രമേൽ ഭീകരമായിരുന്നു ആ മാസങ്ങൾ. ഭക്ഷണം കിട്ടാതെ തെരുവിലരിയുന്ന കുഞ്ഞുങ്ങളെക്കാളും കഷ്ടമായിട്ട് ഇവനങ്ങ് എല്ലും തോലുമായി. വായിൽ വെച്ച് കൊടുത്താൽ പോലും കഴിക്കത്തില്ല. എനിക്ക് പോകണം എന്നൊരു ചിന്ത മാത്രം. അങ്ങനെ ഇവനെ അഡോപ്ഷന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ടു. എവിടെയെങ്കിലും ഫീമെയിൽ ഡോഗ്സ് മാത്രമുള്ള വീട്ടിലേക്ക് ഇവനെ കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാന്. സന്തോഷമില്ലാതെ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ? അവൻ്റെ സ്വാതന്ത്ര്യത്തിന് ഓടിക്കളിക്കാനും കൂട്ടുകാരുമൊക്കെ ഉള്ളൊരു വീട് കിട്ടുമെങ്കിൽ അവൻ പോയി സന്തോഷിക്കട്ടെ. ഇവിടെ ഒട്ടും സന്തോഷമില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലതല്ലേ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പലരും വിളിച്ചു. പക്ഷേ മതിലും ഗേറ്റുമുള്ള വീട്ടിൽ കൂട്ടിന് പെൺകൊച്ചുങ്ങൾ മാത്രമുള്ള
2 പേരേ ഉള്ളായിരുന്നു. ബാക്കിയൊന്നും ഞാൻ നോക്കിയില്ല. ഒന്ന് പാലക്കാട് നിന്നും ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും. അവർക്ക് 2 പേർക്കും ഇവൻ്റെ സ്വഭാവം നല്ല വ്യക്തമാകുന്ന വിധത്തിലുള്ള വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. ഇതാണ് ഇവനെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കാമെന്ന് ഉറപ്പ് തന്നാൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. വീഡിയോ കണ്ടവർ പിന്നെ വിളിച്ചിട്ടേയില്ല. അവർക്ക് മതിയായി. അത്ര നല്ല വീഡിയോ ആയിരുന്നു. നമ്മൾ ആരെയും ചതിക്കാൻ പാടില്ലല്ലോ. ഇവനെക്കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ അവരും അറിയാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വിഷമിപ്പിക്കാൻ പാടില്ല. ഇവൻ്റെ സകല പോക്കണംകേടുകളും സഹിക്കാമെന്നുള്ളവർ വന്നാൽ മതി. അങ്ങനെ ആരുമില്ലെന്ന് അധികം വൈകാതെ തന്നെ ഞാൻ മനസ്സിലാക്കി. അഡോപ്ഷനും രക്ഷയില്ല. ഇനി അടുത്തത് ഏതെങ്കിലും ട്രെയിനറെ വിളിച്ച് കുറേ നാളത്തേക്ക് ബോർഡിങ്ങിൽ നിർത്താം. ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഡീസൻ്റ് ആയാലോ. അങ്ങനെ യൂട്യൂബിൽ നിന്ന് നമ്പരൊക്കെ തപ്പിയെടുത്ത് ട്രെയിനറെ വിളിച്ചു. പക്ഷെ അവർ പറഞ്ഞ ഫീസ് കേട്ടപ്പോൾ എനിക്ക് മതിയായി. അതും കുതാഹവ. ഇനിയിപ്പോൾ എന്താണേലും സഹിക്കാം. കന്നിമാസം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇന്ന് നേരെ ആവും എന്നൊരു വിശ്വാസം എനിക്ക്. പക്ഷേ അത് വിശ്വാസം മാത്രമായിരുന്നു. യാഥാർത്ഥ്യം അതല്ലായിരുന്നു. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം അങ്ങനെ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. വികാരജീവിയുടെ വികാരത്തിന് യാതൊരു ശമനവുമില്ല. 2022 സെപ്റ്റംബറൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ്. 2023 ജൂൺ ആയിട്ടും വികാരത്തിന് യാതൊരു കുറവുമില്ല. പോട്ടെ, ആഹാരം മര്യാദയ്ക്ക് കഴിക്കുമെങ്കിൽ ഒരു സമാധാനമുണ്ട്. മെലിഞ്ഞുണങ്ങി അസ്ഥികൂടമായി. ഇങ്ങനെ നിർത്തിയാൽ പറ്റില്ലല്ലോ. അടുത്ത വഴി നോക്കണമല്ലോ. എനിക്കിച്ചിരി സമാധാനം വേണ്ടേ? ഒന്ന് ഉറങ്ങണ്ടേ? എല്ലാം എന്നെയാണല്ലോ ബാധിക്കുന്നത്. വീട്ടിലെ മറ്റന്തേവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ തന്നെ സൂക്ഷിക്കണമല്ലോ. കാരണം അവർക്ക് സഹിയിടുമ്പോൾ അവർ വടിയെടുത്ത് നല്ല സമ്മാനം കൊടുക്കും. എന്ത് വന്നാലും അവനെ മേലെ നോക്കിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഉറക്കമളച്ച് കാത്തിരുന്നു. ഇതിനിടെ യുദ്ധങ്ങൾ പലത് കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഞാൻ വശം കെട്ട്. പിന്നീട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഷെൽട്ടർ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി. സ്വാതന്ത്ര്യത്തോടെ അഴിച്ചു വിടുന്ന ഏതെങ്കിലും ഷെൽട്ടർ ഉണ്ടെങ്കിൽ കേരളത്തിലെ സകല ഷെൽട്ടർ നോക്കി. പലരെയും വിളിച്ചു. വീട്ടിൽ വളർത്തുന്നതിനെ ഒന്നും എടുക്കത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. മടുത്തിട്ട് ഒഴിവാക്കാൻ നോക്കുന്നതാണ് പോലും. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാനല്ല, ഒരു 6 മാസം അവിടെ നിർത്തി അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവനൊന്ന് ജീവിക്കട്ടെ. മറ്റു ഡോഗ്സിനോടുള്ള അവൻ്റെ പെരുമാറ്റമൊക്കെ ഒന്ന് ശരിയാകട്ടെ. അവനുള്ള ചിലവ് മാസം തോറും കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാം. അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ. എന്നിട്ട് തിരികെ കൊണ്ടുവരാം. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. നിമിഷങ്ങൾ എണ്ണിത്തീർത്ത് ഒരുപോലെ കണ്ണടയ്ക്കാതെ ഒന്ന് കിടക്കാൻ പോലും കഴിയാതെ വെളുക്കുവോളം ഇവനെയും കൊണ്ട് പുറത്ത് കുത്തിയിരുന്ന ദിവസങ്ങളുണ്ട്. എനിക്ക് മൈഗ്രെയിന്, ആസ്മ, ടെൻഷൻ, ഉറക്കമില്ലായ്മ എല്ലാം കൂടി ഞാൻ ആകെ തളർന്നു. വീട്ടിലെ ജോലി ഒരു കോണിൽ. രാത്രി ബഹളങ്ങളിൽ പലപ്പോഴും ഡാഡി വടിയെടുത്ത് തല്ലിയിട്ടുണ്ട്. ആ അടിയൊക്കെ ഒരെണ്ണം പോലും അവൻ്റെ ദേഹത്ത് കൊള്ളാതെ അവനെ പൊതിഞ്ഞു പിടിച്ച് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവസാനം 2023 മാർച്ചിൽ ഒരു ഷെൽട്ടർ എല്ലാം പറഞ്ഞ് റെഡിയാക്കി. മാസം 3000 രൂപ ഇവനുള്ള ചിലവ് കൊടുക്കണം. എല്ലാം സെറ്റ്. പോകുന്നതിന് മുമ്പ് അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്താൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് എടുക്കാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർക്കും അവിടെ നിൽക്കുന്ന ചേച്ചിമാർക്കും ഒക്കെ വലിയ സങ്കടം. എന്തിനാടോ അവനെ കൊണ്ടുവിടുന്നത്? അവനൊരു കൂട്ട് കൊടുത്ത് അവൻ്റെ പ്രശ്നം മാറുമോ? താൻ അങ്ങനെ വല്ലതും ചിന്തിക്ക്. ഒരു കൂടുണ്ടാക്കി കൂട്ടിലിട്ട് പഠിപ്പിക്ക്. 2 പേരും കൂടി അതിൽ കിടന്നോളും, ഡോക്ടർ പറഞ്ഞു. ഒരാളെ കൂടി കൊണ്ടുവരാനൊന്നും ഇവിടെ ആരും സമ്മതിക്കത്തില്ല. അന്ന് ഈ മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. മുറ്റം നിറയെ കുഴൽ കിണർ കുത്തിയിട്ടിരിക്കുക. ഇങ്ങനെ മണ്ണ് മാന്തിയാൽ ഞങ്ങളുടെ വീടങ്ങ് താണു പോകുമെന്നും പറഞ്ഞ അപ്പുറത്ത് അച്ഛനും അമ്മയും എന്നോട് കുസ്തിയ. ഈ സ്ഥലമില്ലാത്തടത്ത് ഒന്നിനെ കൂടി കൊണ്ടുവരാൻ അവർ സമ്മതിക്കുമോ? ഇവിടെ വീട്ടിലുള്ളവരും സമ്മതിക്കത്തില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷെൽട്ടറിൽ നിന്നും പറഞ്ഞു അടുത്ത ഞായറാഴ്ച ഡിമോറയിൽ കയറ്റി വിട്ടോളൂന്ന്. പക്ഷെ പോകുന്ന ദിവസം അടുക്കും തോറും എൻ്റെ ഉള്ളിലങ്ങ് ആദിയായി. അങ്ങനെ വെള്ളിയാഴ്ച ദിവസമായി. ഞായറാഴ്ച പോകണമല്ലോ. അപ്പോൾ അതിനു മുമ്പൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ കുളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, നാളെ കൂടെ ഉള്ളൂ ഇവിടെ. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ മറ്റന്നാൾ കുഞ്ഞ് പോവാണല്ലോ. കുഞ്ഞിൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ. സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഇനി ഒന്ന് തൊടാനോ ഉമ്മ വെക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ സങ്കടത്തോടെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതെൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിലും ആദ്യം നിറയ്ക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ അടുത്ത ഭാഗം കുഞ്ഞിൻ്റെ ചാലക്കുടി യാത്ര.